വിദ്യൻ ചാനലിലേക്ക് സ്വാഗതം. യാത്ര കരഞ്ഞുകൊണ്ടേ ജനിക്കുന്ന മനുഷ്യൻ കരയിച്ചുകൊണ്ടേ അകലുന്നതിന് മുമ്പുള്ള യാത്ര. ഈ യാത്രയിൽ മനുഷ്യൻ സകലതും നമ്മുടേതാണെന്ന് തോന്നുമ്പോൾ ഒരു കടലിന്റെ കരയിൽ ദാനമായി കിട്ടിയ ഭൂമിയിൽ വസിക്കുന്നവരാണ് നമ്മളെന്ന് അറിയുന്നേയില്ല. കടലിനെയും വിറ്റ് കരയെയും വിറ്റ് സ്വന്തമാക്കാനുള്ള അവന്റെ ഒരു ജീവിതയാത്രയാണ് പലരും കാണാറുള്ളത്. മനുഷ്യന്റെ ചെയ്തിയിൽ കലിപൂണ്ട് നിൽക്കുന്ന കടൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരിക്കാം. കാണുന്നില്ലേ? പുഴ മനുഷ്യ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ച ഭൂമി. ഇതും മനുഷ്യർ കയ്യേറും. തന്റെ കയ്യടക്കലിന്റെ ഭാഗമായി എല്ലാം കയ്യേറുന്ന മനുഷ്യൻ എങ്ങോട്ടാണ് യാത്ര ചെയ്തതെന്ന് സ്വയം ഒന്ന് ചിന്തിക്കട്ടെ. എന്താണ് നമുക്കുള്ളതെന്നും എന്താണ് നാമെന്നും ഞാൻ എവിടെയാണെന്നും ഞാൻ ആരാണെന്നും എന്താണെന്നും സ്വയം അറിയണ്ടേ? ഈ പുഴയും കടന്ന് മനുഷ്യൻ മറ്റെന്തൊക്കെയോ വേണ്ടി പിന്നീടും പറ്റായിരിക്കാം. നിലക്കാത്ത ഈ മനുഷ്യന്റെ യാത്രയിൽ തന്നെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കാം. ആരാണ് ഞാൻ? ആദ്യം സന്തോഷം തേടിയൊരു പഠനം, പിന്നീട് സന്തോഷമാണ് സുഖം തേടിയുള്ള അവന്റെ യാത്രയിൽ സമ്പത്താണ് എന്ന് കരുതും. സമ്പത്തുണ്ടെങ്കിൽ എവിടെയും സുഖം ലഭിക്കുമെന്ന് വരും. പിന്നീട് അതിനു വേണ്ടിയുള്ളൊരു യാത്രയായി അതിലൂടെ കിട്ടുന്ന സമ്പത്ത് വഴി സുഖങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ചുള്ള അവൻ്റെ ഒരു കൃത്യമായി ചിന്തിച്ചാൽ ഒരു പരവേശം കലർന്ന പ്രയത്നങ്ങളായിരിക്കും പിന്നീട്. അതുവഴി പിന്നീട് അവൻ തിരഞ്ഞെടുക്കുന്ന വഴി പ്രേമം, സ്വാതന്ത്ര്യം, കുടുംബം എന്നിങ്ങനെയാകും. അപ്പോഴേക്കും ജീവിതത്തിന്റെ ഒരു പകുതി വഴി പിന്നിട്ട് കാണും. പകുതി വഴി പിന്നിട്ട് അവൻ പിന്നീട് ചിന്തിക്കും, ഇതൊരു ഭാരമാണ്, ഈ ധനം കൊണ്ട് നമുക്ക് കാര്യമില്ല, ഈ ധനം ചെലവ് ചെയ്യണം. ചെലവ് ചെയ്യാൻ പിന്നെയും തീർന്നു പോകുമ്പോൾ അവന്റെ ജീവിത സാഹചര്യങ്ങൾ മാറി അതിനുവേണ്ടി പിന്നീട് തരക്കം പാത്തിരുക. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് കുടുംബം അവനൊരു ഭാരമായി മാറും, കുടുംബത്തിന് അവനൊരു ഭാരമായി മാറും. തന്റെ ജീവിതം ചെറിയ ചെറിയ അസുഖങ്ങളാൽ ബന്ധിക്കപ്പെടുമ്പോൾ ഒരു നിരാശാബോധം വരും. അപ്പോഴാണ് താൻ ആരാണെന്ന് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടുക. അപ്പോൾ ഈ ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും പിന്നെയും രക്ഷപ്പെടാൻ ഈ യാത്രയാണ് ഏറ്റവും ഉത്തമം. താൻ ആരാണ്? എന്താണ് തന്റെ ഈ ലോകത്തുള്ള ധർമ്മം? ഒരു മനുഷ്യൻ അവൻ എന്നൊരു ശരീരത്തിനെ കുറിച്ച് പോലും പഠിച്ചു തീരുന്നില്ല. ഒരു ഉദാഹരണത്തിന് ഡോക്ടറെ എടുത്താൽ, ഒരു ഡോക്ടർ അയാളുടെ ആയുസ് കൊണ്ട് പഠിച്ചാൽ സ്പെഷ്യലൈസ് ചെയ്യാൻ, കണ്ണാണെങ്കിൽ കണ്ണിൻ്റെത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നില്ല. മറ്റ് അവയവങ്ങളാണെങ്കിലും അതൊന്ന് പൂർത്തീകരിച്ച്
അതിന്റെ ഒരു പൂർത്തീകരണം കണ്ടെത്താൻ, ഒരു അവയവത്തെ പോലും പഠിച്ചു തീർക്കാൻ അവന് കഴിയുന്നില്ല. ഇതല്ലേ സത്യം? അവന് സൃഷ്ടി അനുവദിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവന് വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്ന അവന്റെ മനസ്സിലേക്ക് അവൻ ഒതുങ്ങിപ്പോവുകയും സ്വയം ചിന്തയിൽ സ്വന്തം ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യൻ ഒരു ഭ്രാന്തനെ പോലെ അലയുകയും ചെയ്യും. ഒരു മനുഷ്യായുസ് കൊണ്ട് ഒരു മനുഷ്യന്റെ അവയവങ്ങളെ കുറിച്ച് ഒരു തീർത്ത് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഡോക്ടർമാരും, ഇനിയും കണ്ട് പഠിച്ചു വരാൻ പറ്റാത്ത പല രോഗങ്ങളുടെ ഒരു കാലഘട്ടവും, പഠിച്ചത് തന്നെ കൃത്യമായി നടത്തിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത സംവിധാനങ്ങളും, നീ ഒന്നും ആയിട്ടില്ലെന്ന് അവനെ ഇന്നും പഠിപ്പിക്കുന്നു, പക്ഷെ പഠിക്കുന്നില്ല. ഇതാണ് മനുഷ്യൻ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലോക സൃഷ്ടിയുടെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് നമ്മൾ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ വിധേയൻ പറഞ്ഞ യാത്ര. ഈ യാത്രയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവൻ നമ്മളെക്കാട്ടിലും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നതിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അവനെക്കാളും സുഖമാനാണ്. കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തിക്ക് അവനെക്കാളും താഴെ നിന്നവരെ തത്തുല്യപ്പെടുത്തി നോക്കുമ്പോൾ മനസ്സിലാവും അവൻ സുഖമാനാണ്. പിന്നീട് ഒന്നും മനസ്സിലാകും, എത്ര സുഖത്തിലാണെന്ന് നമ്മൾ തോന്നുന്നവരെല്ലാം കഴിക്കുന്ന ഭക്ഷണം ഒരൊറ്റ ചോറാണ്, അതിൽ കൂടുതൽ അവന് കഴിയില്ല എന്ന്. ഒരു യാഥാർത്ഥ്യബോധം എടുക്കുമ്പോൾ മനസ്സിലാകും, എന്തുണ്ടെങ്കിലും ജീവിച്ചു പോവുക എന്നുള്ള അർത്ഥമാണ് ശരി. ഇതൊക്കെ തോന്നുമ്പോഴും മാനസിക ദുഃഖങ്ങളുടെ പിടിമുഖത്തിൽ നിന്ന് പലരും കരകയറാറില്ല. അതിനാണ് യാത്ര. ഈ യാത്രയിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജീവിതയാത്രയാണ്. അത് തൊഴിൽപരമായിട്ടും ആകാം, ഒരു ട്രാവലിങ്, ഒരു ടൂറിസം ആകാം, ഒക്കെ ആകാം. പക്ഷേ ഈ യാത്രയിലൂടെയുള്ള ഒരു മനസ്സുഖം മനുഷ്യന് കിട്ടുന്നത് പോലെ മറ്റൊരു സംവിധാനത്തിൽ നിന്നും കിട്ടില്ല. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. മനുഷ്യനോടുള്ള പകയും സർവ്വതും കൈയടക്കാനുള്ള എന്റെ വ്യഗ്രതയും ഒക്കെ പലതും മറക്കാനുള്ള മനസ്സും ക്ഷമയും ഒക്കെ യാത്രയിൽ കിട്ടും. ഇതാണ് യാത്ര കൊണ്ടുള്ള ഗുണം. വരുന്നവരിൽ രചനയുടെ ബാധ്യതകൾ ഇത്തരം മേഖലകളാണ്.